വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫെവിക്രിൽ മോൾഡഡ് ക്ലേ ഉപയോഗിച്ച് ഒരു മിനി ഫ്രോഗ് ആൻഡ് ഡക്കിനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. വീഡിയോ മുഴുവനായി വെർട്ടിക്കലായിട്ടാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ മോൾഡഡിൻ്റെ ക്ലേ എടുത്തിട്ട് എല്ലാം കൂടി രണ്ട് റെസിനും ഹാർഡറും കൂടിയിട്ട് ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പരത്തുന്ന സമയത്ത് നമ്മൾ പൗഡർ ഇട്ട് കൊടുക്കണം. ഞാനിത് ഉപയോഗിക്കുന്നത് ആദ്യമായിട്ടാണ്, അതിൻ്റെതായ ചെറിയ ചെറിയ പോരായ്മകൾ ഇതിൽ കാണും കേട്ടോ. അപ്പം ഞാനിതൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഒരു ക്യാപ്പ് എടുത്തിട്ട് ഇതുപോലെ സർക്കിൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ സർക്കിൾ കിട്ടും കേട്ടോ. കിട്ടിയ സർക്കിളിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഉൾഭാഗം ഇങ്ങനെ അങ്ങോട്ട് അകത്തേക്ക് കർവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഇല പോലെ നമുക്ക് കിട്ടും. നമുക്കതിൽ വെയിൻസും കാര്യങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സ്ലൈഡാണ് ഉപയോഗിക്കുന്നത്. മറ്റ് ടൂൾസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്. ഇതുപോലെ വെയിൻസ് ഒക്കെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ കിട്ടും. എന്നിട്ട് ബാക്കി വന്ന ക്ലേന്ന് കുറച്ച് എടുത്തിട്ട് ഒരു കൈക്കും കാലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാനാണ് പോകുന്നത്. അതിൽ കുറച്ച് ക്ലേ എടുത്തിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. ആക്കിയിട്ട് ആ ഒരു ഇലയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ നമ്മൾ ഫ്രോഗിനെയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം അതിൻ്റെ ഒരു ബോഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് ക്ലേ എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും ഇതുപോലെ കുറച്ച് ക്ലേ എടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം മാക്സിമം നല്ല സൈസിന് കുറച്ച് സൈസ് കുറച്ചിട്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലത്തെ കണ്ണും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഡക്കിനെ ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് അതും ഇതുപോലെ തന്നെ ഒരു ബോളാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. കണ്ണും കൂടിയിട്ട് ചെറിയ 2 കണ്ണും അതുപോലെ തന്നെ എൻ്റെ ചുണ്ടും കൂടിയിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചുണ്ടിൽ ചെറിയൊരു നമ്മൾ ബീക്കിൽ എങ്ങനെയാണോ വരുന്നത് ആ രീതിയിലൊന്ന് വെച്ച് കൊടുക്കണം. പിന്നെ കൈയും വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ കാല് വെച്ച് കൊടുക്കുന്നത് ഇതുപോലെ കുറച്ച് ഇങ്ങനെ പരത്തിയിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനകത്ത് കുറച്ച് മാർക്കിങ്സ് ഒക്കെ ഇട്ട് കൊടുക്കുക ഇതുപോലെ. ഇത്രയും ചെയ്തതിന് ശേഷം ഇതൊന്ന് ഡ്രൈ ആക്കാനായിട്ട് വെക്കണേ. ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് ചെയ്യുന്നത്. ഞാൻ എടുക്കുന്നത് സാപ്പ് ഗ്രീൻ ആണ്. ആ ഗ്രീൻ ഉപയോഗിച്ചിട്ട് താഴെ ആ ഒരു ലീഫിന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ കളറിൽ ഏത് വേരിയേഷനുള്ള ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാൻ സാപ്പ് ഗ്രീൻ എടുത്തിട്ടുള്ളത്. സാപ്പ് ഗ്രീൻ വെച്ചിട്ട് ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് താഴെ ലീവ്സ്. ഇനി ഞാൻ നമ്മുടെ ഒരു ഫ്രോഗിന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ലൈറ്റ് ഗ്രീൻ ആണ്. ആ ഗ്രീൻ ഉപയോഗിച്ചിട്ട് ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. മുഴുവനായിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്യുന്നുണ്ട് ആ ഗ്രീൻ കളർ വെച്ചിട്ട്. എന്നിട്ട് നമ്മുടെ താറാവിനെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ലെമൺ യെല്ലോ ആണ് എടുക്കുന്നത്. ആ യെല്ലോ ഉപയോഗിച്ചിട്ട് ഞാൻ അതിൻ്റെ ബോഡിയിൽ മാത്രം യെല്ലോ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ണിനും അതുപോലെ തന്നെ ബീക്ക്, കാല്, അതുപോലെ തന്നെ കൈ, ഇതിനൊന്നും നമ്മൾ അടിച്ചു കൊടുക്കുന്നില്ല. അതിനൊക്കെ നമ്മൾ ഓറഞ്ച് പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റെ ക്ലിപ്പ് എടുക്കാൻ വിട്ടുപോയി, അതുകൊണ്ട് തന്നെ ഞാൻ ഓറഞ്ച് പെയിൻ്റ് അടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എൻ്റെ കണ്ണിന് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട്. പിന്നെ ബീക്കിനും ഈ സെയിം ഓറഞ്ച് തന്നെ നമ്മൾ അടിച്ചു കൊടുക്കുന്നു കേട്ടോ. ഇനി ഞാൻ ആ ഫ്രോഗിൻ്റെ കണ്ണിന് ഒരു ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുകയാണ്. ഇത് ഞാൻ പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്, കാരണം പോയിൻ്റായിട്ട് ചെയ്യേണ്ടതുകൊണ്ട് പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാനതൊന്ന് ഇങ്ങനെ ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിന് സ്മൈലും ബ്ലഷും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം അതിനിട്ട് ഞാൻ പെൻസിൽ തന്നെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്മൈൽ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലഷും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രോഗിന് കുറച്ചുകൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ലൈറ്റ് ഗ്രീൻ എടുക്കുന്നുണ്ട്. ലൈറ്റ് ഗ്രീനിൽ കുറച്ചധികം വൈറ്റ് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അതിനേക്കാളും ലൈറ്റായിട്ടുള്ള ഗ്രീൻ കിട്ടും. അപ്പം ആ ഗ്രീൻ ഉപയോഗിച്ചിട്ട് നമ്മളതിൻ്റെ ബോഡിയിൽ ജസ്റ്റ് ഇങ്ങനെ സർക്കിളിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഇതുപോലെ. അപ്പോൾ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഫ്രോഗും ഡക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് വേറെ ഏതെങ്കിലും ഡെക്കറേഷൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.